ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ഞാനിവിടെ നല്ല ഡൗട്ടിലാണ് ഇത് ഉണ്ടാക്കിയത്, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. പക്ഷേ നല്ല അടിപൊളിയാട്ടോ, പ്രതീക്ഷിച്ച പോലെ തന്നെ. എല്ലാവരും ഈ വീഡിയോ ഇടുന്ന കണ്ടിട്ട് അങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നോക്കുമ്പോൾ അടിപൊളി കേട്ടോ. ചോറ് വെച്ചിട്ടോ ഇത് ചെയ്തെടുക്കുന്നത്, അത് പ്രത്യേകം പറയാം. പക്ഷെ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ചോറൊന്ന് അരച്ചെടുക്കാനുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ലൂസിൽ തന്നെയാണ് മെൽറ്റാക്കി എടുക്കുന്നത്. ഒരു അര ഗ്ലാസ് പാലോളം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. പാല് തിളച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. ഞാനിവിടെ പാല് തിളക്കാനൊന്നും നിന്നിട്ടില്ല, ചെറുതായി ചൂടായ സമയത്ത് തന്നെ അതിലോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മെൽട്ടായി കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഒരു കപ്പ് ചോറ്, നിങ്ങൾ സാധാരണ ചോറുണ്ടാക്കിയ ബാക്കി ചോറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ടേക്ക് നിങ്ങൾ മെൽട്ടാക്കി വെച്ചിരുന്ന ചോക്ലേറ്റും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ചോക്ലേറ്റ് നിങ്ങൾ മെൽട്ടാക്കിയത് ഏകദേശം ഒരു കപ്പിന് അടുത്ത് തന്നെ വരും കേട്ടോ. പിന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ടൈറ്റ് ആയിട്ടില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ലൂസിൽ തന്നെ ഒന്ന് മെൽട്ടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബൗൾ ഞാനിവിടെ ഒന്ന് മാറ്റുക കേട്ടോ. ഈ ബൗളായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ട് ഞാനിവിടെ ബൗളൊന്ന് മാറ്റുകയാണ്, സോറി. എന്നിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. ലെവലാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. ഞാനിവിടെ ഞങ്ങളുടെ കൊക്കോ പൗഡറില്ലേ, കൊക്കോ പൗഡർ ഒന്ന് അരിച്ചിട്ട് ഇതിലോട്ടേക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റുകയാണ്. അപ്പം ബാക്കി വന്നതൊക്കെ അങ്ങനെ നിങ്ങൾ എന്തായാലും അരിപ്പ് വെച്ചിട്ട് അരിക്കുമ്പോൾ വെളിയിലേക്ക് പോകും. അപ്പോൾ ഒന്ന് പ്ലേറ്റിലോട്ടേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അരിക്കുകയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെയും ആയി പോകും. അതുകൊണ്ട് അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. എന്തായാലും തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ട് നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ഇത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ആവില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.